അബ്ദുൽ റാഷിദ് അബ്ദുള്ള, അദ്ദേഹം പീസ് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. NIA പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ IS റിക്രൂട്ട്മെന്റിന്റെ കിങ് പിൻ ഈ അബ്ദുള്ള റാഷിദ് ആണ്. ആ റാഷിദുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണ്? അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റാഫായിരുന്നു, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റർ ഒന്നുമല്ല. അദ്ദേഹം ഞങ്ങളുടെ ട്രെയിനറായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തിരുന്ന ഒരാളാണ്. താങ്കൾക്ക് വ്യക്തിപരമായ പരിചയമില്ലേ? വ്യക്തിപരമായി ഇതിലേക്ക് പ്രചരിപ്പിച്ചത് ആ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഇമാമായി കൊണ്ട് നടക്കുന്നവരാണ് കേരളത്തിലെ വഹാബികൾ. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ഏതൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടോ അവരെല്ലാം വഹാബി ഐഡിയോളജിയെ ഫോളോ ചെയ്യുന്നവരാണ്. IS ആവട്ടെ, സമാനങ്ങളായ അക്രമി സംഘങ്ങളാവട്ടെ. അതുകൊണ്ടല്ലേ കേരളത്തിൽ നിന്ന് IS-ലേക്ക് പലായനം ചെയ്ത മുസ്ലിം നാമധാരികൾ എല്ലാവരും ആരാണ്? വഹാബി പ്രസ്ഥാനത്തിന്റെ ഉമ്മറത്ത് പോയി ഒരു ദിവസമെങ്കിലും അന്തി ഉറങ്ങാത്തൊരുത്തനും IS-ലേക്ക് പലായനം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് IS-ലേക്ക് പലായനം ചെയ്തവർ മുഴുവനും വഹാബികളായി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ IS എന്താണ് ലോകത്ത് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരം കിട്ടണം. IS ചെയ്യുന്നത് ജാറും പൊളിക്കുകയാണ്. IS ചെയ്യുന്നത് മഖ്ബറയിൽ പോകുന്ന മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. IS ചെയ്യുന്നത് നബിദിനം നടത്തുന്ന മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചെന്ന് ചാവേറായി ചാവുകയാണ്. അത് IS ചെയ്യണത് അമേരിക്കയോട് യുദ്ധം ചെയ്യല്ല, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യല്ല, മഖ്ബറയിൽ പോണ മുസ്ലിമിനെ കൊല്ലണ പണിയാണ് IS എടുക്കുന്നത്. ആ പണി ഇവിടുന്ന് പരിശീലിപ്പിച്ചത് വഹാബികളാണ്. മൈനാഗപ്പള്ളിയിലെ മുസ്ലിമീങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാര് നാളെ കുടുംബത്തിന് നഷ്ടപ്പെടാൻ പാടില്ല, സമൂഹത്തിന് നഷ്ടപ്പെടാൻ പാടില്ല. അതിതീവ്രമായ ആശയമാണ് വഹാബികൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അഭിലാഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ MM അക്ബറിനെ റിപ്പോർട്ടർ ചാനലിൽ ഇരുത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് IS-ലേക്ക് പോയവർ മുഴുവനും വഹാബികളായത്? വഹാബികൾക്ക് എന്താണോ അവിടെ സംഭരണം ഉണ്ടോ എന്ന് MM അക്ബറിനെ ഇരുത്തി അഭിലാഷ് എന്ന മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ, ഞാൻ മുജാഹിദല്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അതിൻ്റെ നേതാവല്ല എന്നുള്ള മറുപടിയെ അക്ബറിന് പറയാൻ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ സുന്നി സംഘടനകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഈ സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതാണ്? താങ്കൾ പറയുന്നത് താങ്കൾ ഭീകരവാദത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്, പുസ്തകം എഴുതുന്നുണ്ട് എന്ന്. ഒരു കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം. IS-ൽ കേരള സലഫികൾക്ക് സംവരണ സീറ്റുണ്ടോ? ഞാനും താങ്കളോട് ചോദിക്കുന്നു, കേരള സലഫികൾക്ക് IS-ൽ സംവരണമുണ്ടോ? നല്ലൊരു ചോദ്യമാണത്. അത് സലഫി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. അത് നിങ്ങൾ മുജാഹിദീങ്ങളോട്, നേതാക്കളോട് പോയി ചോദിക്കും. MM അക്ബറിന് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരാകുമോ? ഞാൻ സലഫി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല, ഞാനൊരു സാധാ പ്രവർത്തകനാണ്. ആ നിലക്ക് പറയുകയാണെങ്കിൽ പഞ്ചപാവാൻ അയാളെ സ്കൂളിൽ നിന്നാ പോയത് 4 എണ്ണം. പീസ് സ്കൂൾ എന്നുള്ളത് സലഫികളുമായോ കേരളത്തിലെ സലഫി സംഘടനകളുമായോ ഒരു ബന്ധമില്ലാത്ത, താങ്കൾ KNM-മായി അടുത്ത് നിൽക്കുന്ന ആളാണ്. അതെ, KNM-ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ പീസ് സ്കൂൾ എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിൽ സുന്നികളുണ്ട്, അതില് ഇത് ഒഴിഞ്ഞുമാറലാണ്. പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം KNM-ന്റെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അബ്ദുള്ള കോയ മദനി, അത് നിങ്ങൾ MM അക്ബറിനോട് ചോദിക്കണം, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. ഈ സലഫികളുമായി ബന്ധപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിച്ചാൽ അത് സലഫി നേതൃത്വവുമായി ചോദിക്കണം. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നല്ലോ. അത് സത്യം പറയാണല്ലോ. TP അബ്ദുള്ള കോയ മദനിക്ക് പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയണമെങ്കിൽ അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം. പീസ് സ്കൂൾ എന്നുള്ളത് എൻ്റെ ഒരു വിഷനാണ്, എൻ്റെ പേഴ്സണൽ വിഷനാണ്. ആ വിഷന്റെ ബേസിസിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായുള്ള വിഷനുണ്ട്. ആ വിഷൻ നാടിന് നന്മ നൽകുന്നവരെ, നാടിന്റെ മുന്നിൽ നടക്കാൻ കഴിയുന്നവരെ വളർത്തിയെടുക്കുക എന്നുള്ള വിഷനാണ്. അല്ല, അങ്ങനെ എത്ര നാടിന് നന്മ നൽകുന്ന ആളുകളെ വളർത്തിയെടുത്തു നോക്കൂ. കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട ഒരാൾ ഭീകരവാദത്തിന് വേണ്ടി തോക്കെടുക്കാൻ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പോകുന്നത്? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, കേരള സലഫികൾക്ക് അവിടെ IS-ൽ സംവരണമുണ്ട്? ഇതൊരു ചോദ്യമല്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ IS-ന്റെ ആശയവും കേരളീയ വഹാബികളുടെ ആശയവും പഠിക്കണം. മഖ്ബറയിൽ പോകുന്നവനെ കൊല്ലണം, അവൻ മുശ്രിക്കാണ് എന്ന ഈ ആശയമാണ് സുഹൃത്തുക്കളെ IS-ന്റെ അടിസ്ഥാനം.
ആ ആശയമാണ് മൈനാഗപ്പള്ളിയിൽ വഹാബി പുരോഹിതർക്ക് പറയാനുണ്ടായിരുന്നത്. അതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞത്. സമാനമായ മറ്റു വ്യാഖ്യാനങ്ങളിലൂടെ സ്വഹാബികളെ മുശ്രിക്കാക്കി അതിന് മക്ക കുഫാറുകൾക്കെതിരെയുള്ള ആയത്തോതിയിട്ടാണ് മുസ്ലിമീങ്ങളെ കൊന്നത്. ഇനി ഇതിന്റെ മറുപടി പോയ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ചെങ്ങായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദ്യം മടവൂര് മുജാഹിദാണാകുക, ആദ്യത്തെ ബസ് സ്റ്റോപ്പ് അവിടെയാണ്, അവിടെ ഡോസ് കൂടാതെ കൂടുമ്പോൾ ഞങ്ങൾ KNMക്ക് പോകും, കുറച്ചുകൂടി ഡോസ് കൂടുമ്പോൾ ഇവിടെ പരിപാടി അടുത്ത ജിന്ന് മുജാഹിദിലെത്തും, അവിടുന്നാണ് ഞങ്ങൾ പാസ്പോർട്ട് എടുത്ത് നേരെ ദമ്മാജിലേക്ക് പോകല്, അല്ലെങ്കിൽ സിറിയയിലേക്കും യമനിലേക്കും പോകല്. നിരവധി ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് IS-ൽ എത്തിച്ചത് കാസർഗോഡുകാരനായ അബ്ദുൽ റാഷിദ് അബ്ദുള്ളയാണെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഇടയ്ക്കിടെ ശബ്ദ സന്ദേശങ്ങളിലൂടെ പ്രതികരിക്കുന്ന അബ്ദുൽ റാഷിദ് അബ്ദുള്ളയുടെ പുതിയ സന്ദേശത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. IS-ലെത്തിയ മലയാളികളെല്ലാം ദമ്മാജ് സലഫികളുടെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു. ഏതാണ് ആ ദമ്മാജ് സലഫികളുടെ ക്ലാസ്? മൈനാഗപ്പള്ളിയിലൊക്കെ വയലറിഞ്ഞ മൗലവിമാരുടെ പ്രസംഗം. ഇത്തരം ക്ലാസുകളിൽ ജിഹാദിനെ കുറിച്ചും പലായനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഫസ്റ്റ് ചിലപ്പോൾ മടവൂരി ആയിരിക്കും, പിന്നെ ആദ്യത്തെ ബസ് സ്റ്റോപ്പ് മടവൂര് മുജാഹിദ് KNM ആയിരിക്കും, പിന്നെ മനസ്സിലാവും കുറച്ചും കൂടി സത്യം, അപ്പൊ വിസ്ഡത്തിലേക്ക് പോകും, പിന്നെ വിസ്ഡത്തിൽ നിന്ന് കുറച്ചും കൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് പോവാ ദമ്മാജിലേക്ക് പോകും, പിന്നെ എന്താണ് കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക. അതാണ് ഈ ലഹരി മൂക്കുന്നതിനനുസരിച്ച് ഒരു ചെങ്ങായി സ്വന്തം മകനെ കൊന്നത് മറ്റൊരു ലഹരിയാണ്. സമാനമായ ലഹരിയാണ് ഭീകരവാദം എന്ന് പറയുന്നത്. അതാണ് വഹാബി ഐഡിയോളജി. ഇനി ഈ ചെക്കൻ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു APO EKO സുന്നിയാണെങ്കിൽ ഇവിടെ ഒന്നും എത്തൂല, സ്വർഗത്തിക്കാൻ ഡയറക്റ്റ് പോയിക്കല്ലേ, ഞാനൊരു APO EKO സുന്നിയാണെങ്കിൽ അവിടെ ഈ ഡിസ്കോ ഡാൻസ് ഒക്കെ ഷാദുലി റാത്തീബൊക്കെ അതൊക്കെ കളിച്ചിങ്ങനെ നടക്കും, ഇവിടെ എത്തില്ലായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. സുന്നി സൂഫി വിശ്വാസികളായിരുന്നുവെങ്കിൽ ഇവർ ഒരിക്കലും IS-ലേക്ക് എത്തില്ലായിരുന്നുവെന്നും റാഷിദ് അബ്ദുള്ള പറയുന്നു. നമ്മൾ AP അല്ലെങ്കിൽ EK ഫാമിലിയിലാണെങ്കിൽ ഇപ്പോഴും APകളുടെ കൂടെ ആണെങ്കിൽ എന്താണ് റാത്തീബും കുത്തറാത്തീബും അവരുടെ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താണ് നടക്കുന്നുണ്ടാവും. നമ്മളെ കുത്തറാത്തീബില് റാത്തീബ് കഴിയുമ്പോ കുത്തിയ മുറി കൂടും, അവിടുത്തെ കുത്തൊരു മയ്യത്ത് ചുരുങ്ങിയത് കിട്ടും, അക്കുത്താണ് വേണ്ടത് എന്നാ പറയുന്നത്. അതൊക്കെ ചിലപ്പം ദൗലത്തുൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് സലഫികളെ എതിർക്കുന്നത്. ഇനി ആരാണ് ഈ പറയുന്നത് നിങ്ങൾക്കറിയോ? ഈ റാഷിദ് അബ്ദുള്ള MM അക്ബറിന്റെ അളിയാക്കിയ അല്ല, ആ MM അക്ബറിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ്. അയാൾക്ക് MM അക്ബർ അടക്കമുള്ള പുരോഹിതരിൽ നിന്ന് കിട്ടിയതാണ് ഈ വഹാബിസം. അത് പള്ളിയേക്കാൾ മിഹ്റാബായി മൂത്തപ്പം നേരെ പോയതാണ് മക്ബറി പോണോനെ കൊല്ലാനേ. ഞാൻ വെറുതെ പറയണോ? IS വേറെ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് റാഷിദ് അബ്ദുള്ളയും അക്ബറും തമ്മിലുള്ള ലോക്യം തന്നെ അഭിലാഷ് ചോദിച്ചു പുറത്തിടുന്നുണ്ട്. അബ്ദുൽ റാഷിദ് അബ്ദുള്ള അദ്ദേഹം പീസ് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. NIA പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ IS റിക്രൂട്ട്മെന്റിന്റെ കിങ് പിൻ ഈ അബ്ദുള്ള റാഷിദ് ആണ്. ആ റാഷിദുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണ്? അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റാഫായിരുന്നു, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റർ ഒന്നുമല്ല. അദ്ദേഹം ഞങ്ങളുടെ ട്രെയിനറായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത സയൻസിന്റെയും മാത്തമാറ്റിക്സിന്റെയും ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോ ചുരുക്കത്തിൽ ഈ റാഷിദ് അബ്ദുള്ളക്ക് നല്ല പരിചയം അക്ബറിനുണ്ട്, അക്ബറിന് ഇങ്ങോട്ടും പരിചയമുണ്ട്. മുസ്ലിമീങ്ങളെ, ഇത് ഖവാരിജിയത്തിന്റെ ബാക്കിയാണ്. ഇന്ന് ലോകത്ത് നമ്മൾ കേൾക്കുന്ന തീവ്രവാദത്തിന്റെ ബാക്കി ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ വഹാബികൾ വന്നിട്ട് പറയും സമുദായ ആകെ പ്രശ്നത്തിലാണ്, മുസ്ലിമീങ്ങളാകെ പ്രയാസത്തിലാണ്, ഇപ്പതൊക്കെ പറയാൻ പാടുണ്ടോ? അത് ചോദിക്കണ അതേ വഹാബികൾ നിങ്ങൾ നോക്ക്, ജനൻ TV എന്ന് പറയുന്ന സംഘികളുടെ ആസ്ഥാനത്തു ചെല്ലാണ് ഒരു മുജാഹിദ് മൗലവി. ആ മുജാഹിദ് മൗലവിയോട് ഈ IS പലായനത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ തീവ്രവാദത്തെക്കുറിച്ചൊക്കെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന സംഘി ചോദിക്കാൻ. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വന്തം തീവ്രവാദം മറച്ചുവെക്കാൻ ആദരണീയനായ അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന മനുഷ്യനെ നിരാലംബനായി ഇന്നും സ്വന്തം നാടണയാൻ വേണ്ടി കോടികൾ കയ്യിലില്ലാതെ ഒറ്റപ്പെട്ട് ബാംഗ്ലൂരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി സംഘികളുടെ ആസ്ഥാനത്ത് മൊത്തമായി പണയപ്പെടുത്തും വിധം ആ മനുഷ്യൻ, നിങ്ങൾ നോക്ക്, ഇതൊക്കെ സ്വന്തത്തെക്കുറിച്ച് പറയുമ്പോൾ സമുദായത്തിന്റെ പ്രശ്നം പറയുന്നത് ഒരു ഉറുമ്പിനെ കൊന്നതിന്റെ പേരിലുള്ള ഒരു പെറ്റി കേസ് പോലും തെളിയിക്കപ്പെടാതെയാണ് കാലങ്ങളോളം ആ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടത്. ആ മനുഷ്യന്റെ പെരടിയിൽ കൊണ്ടുപോയി തീവ്രവാദം മുഴുവൻ ചാർത്തുകയാണ് വഹാബികൾ.
മദനിയുടെ പാർട്ടി രൂപാന്തരം പ്രാപിച്ചുകൊണ്ടാണ് ഈ NDF ആയാലും PF ആയാലും അതുപോലുള്ള സംഘടനകളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വേര് എന്ന് പറയുന്നത് സിമിയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ അന്ന് തന്നെ ഈ സിമിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അപ്പോ ഇതൊക്കെ മഅദനിയുടെ ഭാഗമാണ്. നിങ്ങൾക്കറിയോ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മഅദനി ഇതുവരെ കുറ്റക്കാരനായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 10 വർഷക്കാലം ആ മനുഷ്യൻ കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞു അകാരണമായി. അയാളെ വെറുതെ വിട്ടു. അദ്ദേഹത്തിന് തീവ്രവാദിയാകാൻ കഴിയില്ല, അദ്ദേഹത്തിന് ഭീകരവാദിയാകാൻ കഴിയില്ല. അദ്ദേഹം ഒരു പാരമ്പര്യ മുസ്ലിം മുഖ്യധാരയുടെ പക്ഷത്തു നിൽക്കുന്ന ഒരു പണ്ഡിതനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ആവാൻ കഴിയില്ല. എന്നാൽ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ പേരിൽ അബ്ദുൽ നാസർ മഅദനിയെ വെറുതെ വിട്ടപ്പോ അതേ സ്ഫോടനത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. തമിഴ്നാട്ടിലെ അല്ലുമ്മക്കാരാണത്. ആരാ അല്ലുമ്മക്കാര്? കേരളത്തിലെ വഹാബിയാളെ അളിയനോ അമ്മോഷനോ ആയിട്ട് വരും. വഹാബി ഐഡിയോളജി പേറുന്ന തമിഴ്നാട്ടിലെ സംഘമാണ് അല്ലുമ്മ. ആ അല്ലുമ്മക്കാരാണ് ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടത്. അബ്ദുൽ നാസർ മഅദനിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ആ മനുഷ്യനെ കൊണ്ടുപോയി അവിടെ ഒറ്റിക്കൊടുക്കുമ്പോ ഈ സമുദായ പ്രശ്നമൊന്നും വഹാബികൾ ചിന്തിച്ചില്ല. അടിസ്ഥാനപരമായി ഇത് സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കു നേരെ ഖവാരിജിയത്ത് കൊലവിളി ഉയർത്തിയതുപോലെ കൊലവിളി ഉയർത്താൻ കടന്നു വന്ന കക്ഷിത്വമാണ്. അതിനുവേണ്ടി മുസ്ലിം സമുദായത്തിൽ വെറുതെ ഒരു തർക്കം വലിച്ചിടുകയാണ്.